തമ്പുരാറ്റിന് തമ്പുരാൻ you make me I am തമ്പുരാൻ I am തമ്പുരാൻ തമ്പുരാൻ എടാ വീണതാ വണ്ടിയല്ല വീണതാ വേറെന്തല്ല ഒന്നും ആയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ഓക്കെ ആണ്, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. വീണതാണ്, ജസ്റ്റ് ഒന്ന് തടഞ്ഞു വീണ അത്രേ ഉള്ളൂ. ഓക്കെ. ആക്ടിങ് സ്ക്രിപ്റ്റ് ആടാ ഞാൻ മൂക്കിൽ പഞ്ഞി വെച്ചിരുന്നാലും ഈ സ്ക്രിപ്റ്റ് ഓക്കെ അതൊക്കെ വന്ന് ഞാൻ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് അതാ നല്ലത്. അവിടെ ഇങ്ങനെ അതാ നല്ലത്. ചക്കക്കുരു ഇടിച്ചോ? ഇല്ല ചക്കക്കുരു ഒന്നും ആയിട്ട് അവിടെ ചക്കക്കുരുക്ക് ഒന്നും ആയില്ല. ഞാൻ ജസ്റ്റ് തടഞ്ഞു വിടാം വേറൊന്നുമില്ല. വണ്ടിന്ന് ജസ്റ്റ് തടഞ്ഞു വിടാം. വണ്ടി അടിച്ചോന്നല്ല, ഞാൻ വണ്ടി ഓടിക്കലൊന്നുമില്ല, ഞാൻ കാര്യം പറയാലോ. ഇതൊന്നും പറഞ്ഞിട്ട് MVD കയറി വരണ്ട. ഞാൻ വണ്ടി ഓടിക്കലുമില്ല, ഞാൻ ആ വണ്ടി ഇതുവരെ ഓടിച്ചിട്ടുമില്ല. വണ്ടിയെല്ലാം എല്ലാം ഓക്കെയാണ്, വണ്ടി ആടെ ഉണ്ട്. ഓക്കെ. മതിൽ ചാടിയല്ലേ നീ? എന്ത് മതിൽ ചാടാൻ? ഏത് മതിൽ ചാടാൻ? ആരോ മതിൽ ഇങ്ങനെ അറിയുന്നു മുത്തേ. സിയോൺ കയറി ആടാ. നിന്റെ എല്ലാ ലൊട്ടയിലും കയറാണ് നായി. നിന്റെ എല്ലാ ലൊട്ടയിലും ഞാൻ കയറാം. മനുഷ്യരുടെ ചക കിടക്കുമ്പോ നായി പോലത്തോലല്ലോ. മുഹമ്മദ് CP ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. വണ്ടി ഓടിച്ചിട്ട് പറ്റിയത് ആണെന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. ഒരിക്കലുമല്ല. വണ്ടി ഞാൻ ഓടിക്കലുമില്ല, വണ്ടിയുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഓക്കെ. ഇത് വണ്ടിയായിട്ട് ഒരു ബന്ധമില്ല, ഇതിനൊന്നും വണ്ടിയായിട്ട് ഒരു ബന്ധമില്ല. ഇതൊക്കെ തടഞ്ഞു വിട്ടായതാമത്തെ, വണ്ടി അടിച്ചിട്ടായതല്ല. ഓക്കെ. കിരൺ കുമാർ ഡൊനേറ്റ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. നിനക്ക് വണ്ടിയുമില്ല അണ്ടിയുമില്ല. ആടാ ഓക്കേടാ നിനക്കെല്ലാം ഉണ്ടല്ലോടാ, അവിടെ ഒരു പേടിക്കണ്ടടാ, നിനക്കെല്ലാം ഉണ്ടല്ലോ. കക്കൂസിൽ വീണതല്ലേ എന്റെ ഉപ്പാന്റെ അവിടെ നായി ഇന്നല്ലോ. Alright, guys, what is up everybody in the chat? തൊപ്പിനെ തല്ലിട്ടൊന്നും ഇടുന്നൊരുത്തനും പോകില്ല കേട്ടാ. തൊപ്പിനെ തല്ലാനൊന്നും ആരും ആയിട്ടില്ല കേട്ടാ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കേട്ടാ. ആശിർ അബുദാബിക്ക് ഒരു പെണ്ണിനെ കെട്ടാൻ പ്രാർത്ഥിക്കൂ. എടാ ആശിർക്ക് ഉണ്ടനാടാ, അതുകൊണ്ട് അവർക്ക് പെണ്ണ് കിട്ടാത്ത അറിയില്ല. എത്ര ദുവാരന്നിട്ട് കാര്യമില്ല, ആശിർക്ക് ഉണ്ടനാണ്. അത് ഇങ്ങക്ക് ഇതുവരെ അറിയില്ല. വിളിക്കുന്നില്ലേ ആശി ഇങ്ങ വാ, ആശി ഇങ്ങോട്ട് നോക്ക. എടാ സാഹിബ് മിക്കവാറും ലോക്കോയിലേക്ക് വരും കേട്ടോ. ഞാൻ പറഞ്ഞ മോനെ ഏത് ടയറാണ് ഇത്? എന്നെ നമ്മളെ മസിലുണ്ടി ഊട്ടിപ്പോയി. ഇനി പൂവാത്തളെല്ലാം പോടും, നല്ല വൈബുണ്ട് കാണാൻ. അസുഹൃത്താത്തക്ക് വെയ്ബ് കാണും പോലും. അപ്പുറത്തെ അസുഹൃത്താത്തക്ക് വെയ്ബ് കാണും പോലും. കളവി 86 വയസ്സായി, വെയ്ബ് കാണും പോലും. മസലക്കുണ്ടി വഴി ഊട്ടിയിലേക്കല്ല ഇങ്ങ പോകേണ്ടത്, ഇങ്ങ സിറാത്ത് പാലം വഴി സ്വർഗത്തിലേക്ക് പോകാൻ നോക്കി. ഗൂഗിൾ പേ. തോറിയാൽ ആരാ കുണ്ടി കഴുകി തരുന്നത്? ഫസ്യാണോ? തൂറി എങ്ങനെ കുണ്ടിയാകോ? ശരിയാന്നല്ല, ഇതേനെ കുണ്ടിയാകോ? ഇതിനെ കൊണ്ടല്ലേ കുണ്ടിയാകണ്ടേ? എടാ ഇത് അടിച്ച് ഷൂട്ട് ചെയ്താ പോലെ അല്ലേ? അങ്ങനെ ചെയ്താ മതി. എടാ മറ്റേ സാധനമില്ലേ ഷൂട്ട് ചെയ്യുന്ന, അതാണ് അതിനെന്തോ പേര് പറയാനുണ്ടല്ലോ. ഈ പൈപ്പില്ലേ, നല്ല സ്പീഡില് വെള്ളം വരുന്ന പൈപ്പില്ലേ, അത് എടുത്ത് കുണ്ടിക്കാൻ ഷൂട്ട് ചെയ്ത് വിളിച്ചാൽ മതി. അവിടെ കാര്യം എടാ അങ്ങനെ ചെയ്താൽ മതി. കളിച്ചിട്ട് കണ്ണകുണ പറയുന്ന വിട്ട് തല ചൊല്ലിക്കിട്ട് തറുതല കാണിക്കുന്ന തരികിട്ട മറയ്ക്കണ കലഹങ്ങൾ മെനയുന്ന ചരടുകൾ പലവിധം ഇരുളൊളി മുറുകുന്ന എമ്മിലും അതിന് മരുന്ന് കൊടുക്കുന്നുണ്ട്, വിദേശം നിറയ്ക്കുന്നുണ്ട്, പതനം ഉറയ്ക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും വെറും കളിപ്പാവുകൾ അറിഞ്ഞാകിലും മിണ്ടാക്കോളുന്ന സദാചാരം ഒരു വശം അനാചാരം മണ്ടത്തരം പലതരം നടക്കുന്ന നാട്ടിലും പടക്കുന്ന കാശ് കുനിഞ്ഞിരുന്നാണോ ഉണ്ടാക്കിയത്? അല്ലാടാ എന്റെ ഉപ്പാന്റെ കുണ്ടിയാക്കിയിട്ടുണ്ടാക്കുന്ന മാറിപ്പോയ നാറി. എടാ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാടാ നായിന്റെ മോനെ. ജയപ്രകാശ് ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നിന്റെ കല്യാണം എന്ന? കല്യാണം ഈ അടുത്തുണ്ടാവും.
ഇക്കൊല്ലം എന്തായാലും ഉണ്ടോ? ഈ അടുത്തല്ല, ഇക്കൊല്ലം എന്തായാലും ഉണ്ടോ? ഓക്കെ. റിയ ഫാത്തിമ ഡൊനേറ്റഡ് 60 രൂപ ത്രൂ ഗൂഗിൾ പേ. ഈ അവസ്ഥയിൽ പറയാമോ എന്നറിയില്ല. ഫസി ഇട്ടേച്ചു പോയാലും ഞാൻ നിന്നെ കെട്ടും. അതാര് റിയ ഫാത്തിമ മോളെ? ഇതേതാന്നോള്? എടാ ഏത് മനസ്സടാ അവളത്? ഓള് ജീവിതം തരാൻ റെഡിയാകുന്നില്ല എനക്ക്. ഏത് പെണ്ണടാ അത്? ശരിയായ വിരാന്തച്ചി. ജീവിതത്തിലൊരു കറുത്ത പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. സുന്ദരിയായതുകൊണ്ട് മാത്രമല്ല നിന്റെ ഡിസിപ്ലിൻ, നിന്റെ പക്വത, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടം. കറുത്ത പെൺകുട്ടികൾക്ക് എന്താ കുഴപ്പം? എനിക്കിഷ്ടമല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ജീവിതത്തിൽ മഹാമത് ഫേസ് ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായനെ വിളിക്ക്. അച്ഛനെ വിളിക്കാം. ഇവൻ കണ്ണാടി അതാ പ്രശ്നം. ഇവൻ കണ്ണാടി നോക്കലില്ലേ? ഗിഫ്റ്റ് ആയിട്ട് ഭാര്യൊരു ബളിയിട്ടരാ നിനക്ക്. പിന്നെന്താ വേണ്ടേ? പിന്നെന്താ വിദ്യാഭ്യാസം? ഡിഗ്രിയാ? അട ഇവൻ 5ാം ക്ലാസ്സിന്റെ മുകളിലേക്ക് പോയിട്ടില്ല. ത്രൂ ഗൂഗിൾ പേ. ഹാഫിസ് ഹായ് കൊടുക്ക്. ഹാഫിസിന്റെ കുഴപ്പമില്ല. ജോലി ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പെണ്ണിന് വേണ്ടതെങ്കിൽ ഒരു സിനിമാടി, ഡോക്ടർ, നേഴ്സ്, ഈ 3 പേരിലാണ്. നിക്കെന്താ പണി? അല്ല ഒരു മിനിറ്റ്, നിക്കെന്താ പണി? അതൊന്ന് പറഞ്ഞട്ടെ, നിക്കെന്താ പണി? എടാ ഇവന് പണിയില്ല, എന്നിട്ട് പെണ്ണിന് പണി കാണും. പെണ്ണി ഇവനെ പോറ്റണം. ഇവന്റെ മൂട് കണ്ടില്ല? അത് ചൊപ്പലുണ്ട് ഇവന്റെ മൂട്. ചൊപ്പ മൂടരാ ഇവൻ. ഇത് മുക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ. ഇത് പിരിക മുക്കി. ഇത് ഞാൻ ചെയ്യലുണ്ടാ. ഇത് ഞാൻ ദൂരായിരിക്കുമ്പോ ഞാൻ ചെയ്യലുണ്ട്. ഇത് ഞാൻ ചെയ്യലുണ്ട്. ഇത് എനക്കൊന്ന് ഈ മുക്കിയിട്ട് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞിട്ടില്ലേ പബ്ലിക്കിൽ നടക്കാൻ ലിഫ്റ്റില്. ലിഫ്റ്റ് ലിഫ്റ്റ് നല്ല മുക്കി ഒരെണ്ണം ഇട്ടിട്ട് ചമ്മലടക്കാൻ വേണ്ടി ആൾക്കാർ നോക്കിട്ട് ചിരിക്കുന്നത് ശരിയല്ല. മുഹമ്മദ് ടാഹ ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. നിന്റെ ഫസിനെ കളിക്കുന്ന വീഡിയോ ലീക്കായി. അല്ലാതെ ഓഫാക്കിയൂടെ? ഞാൻ ഓഫാക്കി നിൽക്കും മക്കളെ മാമട്ട്. ഞാൻ ഓഫാക്കിയത്. ഞാൻ സൂപ്പർ ചാറ്റ് ഞാൻ ഓഫാക്കിയത്. എന്റെ അതിൽ ലോട്ട കേട്ടിട്ട് ഇവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സൂപ്പർ ചാറ്റ് ഓഫാക്കി. അച്ഛനെ വിളിക്കണോ? അച്ഛനെ വിളിക്കട്ടെ. എന്തായിരിക്കും രസി? ഒന്നുമില്ല, എന്താ തടഞ്ഞു വീണാ. ഇവിടെ അടുത്ത് ഒരു സ്റ്റെപ്പ് തടഞ്ഞു വീണാ. എല്ലാം പോയി. ഒരുത്തൻ ചാവാൻ കടക്കുമ്പോ ചിരി വരുന്നുണ്ട്. നീ ഇത് കാണുന്നില്ല? തല്ലാരാ? അന്ന തല്ലിട്ട് കൊച്ചിന്ന് ആരും തിരിച്ചു പോവില്ല. മനസ്സിലായോ? അന്ന തല്ലിട്ടൊന്നും ഇവിടുന്ന് ആരും തിരിച്ചു പോയിട്ടില്ല ഇതുവരെ. അതന്നെ വീണതാ. കൊറച്ച് സീനായി. നിങ്ങ ആപ്പിളും മുന്തിരിയെല്ലാം മേടിച്ചിങ് വാ. പിന്നെ രോഗിനെ കാണാൻ പോണെന്നാ. പിന്നെ ഇത് കാണുന്നില്ല നിങ്ങള്? പിന്നെ ഇത് രോഗി അല്ലാണ്ട് പിന്നെന്താന്ന് എന്റെ അവസ്ഥ കാണുന്നില്ല? പഞ്ഞിയുണ്ട്. പഞ്ഞി വാങ്ങിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് അതിനെ കാത്തിക്കുന്ന ഞങ്ങൾക്ക് അറിയാം. ഒരു തൊട്ടിപ്പൊളിഞ്ഞ ഒരു വണ്ടിയും എടുത്ത് തന്നിട്ട് ലോട്ട ഒച്ചയാകുന്നില്ല. വണ്ടി തന്നെ. വണ്ടിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ വണ്ടി എപ്പോ എടുത്തോ അന്ന് മുതൽ എന്റെ കഷ്ടകാലം തുടങ്ങി. എന്താടാ ഇത്? മേടിച്ച ദിവസം തൊട്ട് എനിക്ക് സമാധാനം തരാതെ രാവിലെ തന്നെ ഫോൺ വിളിച്ചിട്ട് വണ്ടി. എല്ലാരും പറയും ഈ 66,000 രൂപയ്ക്ക് ആ വണ്ടി ഇല്ലാന്നല്ല എല്ലാരും പറയുന്നത്. എല്ലാരും പറയും നിങ്ങൾ എന്നെ പറ്റിച്ചെന്നാ പറയുന്നത്. 66 രൂപയ്ക്ക് ആ വണ്ടി ഇല്ലാന്നാ പറയുന്നത് എല്ലാരും പറയുന്നത്. എന്നാ പിന്നെ എല്ലാരോടും കൂടി ആലോചിച്ചിട്ട് പിന്നെ എടുത്താ പോരായിരുന്നോ വണ്ടി? അല്ല, എനിക്ക് പെട്ടെന്ന് വേണമായിരുന്നു. ഞാൻ ഓഡിയൻസിനോട് വാക്ക് പറഞ്ഞു ഞാൻ 2 ദിവസത്തിനുള്ളിൽ വണ്ടി ഇറക്കുമെന്ന്. അപ്പൊ പിന്നെ അങ്ങനെ എടുത്താ. പക്ഷെ നിങ്ങള് 66,000 രൂപയ്ക്ക് ശരിക്കും പറ്റിച്ചാന്ന് എല്ലാരും അങ്ങനെ പറയുന്നത്. എന്നാ ഈ പറഞ്ഞവരോടൊന്ന് എടുത്തു തരാൻ പറഞ്ഞ എന്ത്? ശരിക്കും അതിന് 66,000 ഇല്ല. നിനക്ക് വല്ല ബോധം ഉണ്ടടാ? നിന്നെ പോലെ ഒരു പൊട്ടനെ വണ്ടി വിറ്റത് കാരണം എനിക്ക് സമാധാനം ഇല്ലാണ്ടായി. ഞാൻ നിങ്ങളെ വണ്ടി പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി ഇറക്കാൻ പറ്റി ഭയങ്കര സമാധാനായിന്നാ. എടോ തനിക്ക് വിറ്റത് കൊണ്ട് എനിക്ക്
സമാധാനക്കേട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോൺ വിളിയാണല്ലോ. വണ്ടിക്ക് അങ്ങനെയായി, വണ്ടിക്ക് ഇങ്ങനെയായി. നീ പിന്നെ വേറെ ഏതോ ഒരുത്തോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ ബോണറ്റ് തുറന്നു നോക്കിയപ്പോ എഞ്ചിൻ കണ്ടില്ലെന്ന്. പിന്നെ ഈ ഇത്ര ദിവസം എങ്ങനെ ഓടിയത് എഞ്ചിൻ ഇല്ലാണ്ട്? ആര് പറഞ്ഞു എഞ്ചിൻ ഇല്ലാതെ? ഞാൻ ബോണറ്റ് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. എഞ്ചിൻ ഇല്ല. അപ്പോ എഞ്ചിൻ ഇല്ലാത്ത വണ്ടിയാന്ന്. എന്റെ ദൈവമേ, എടാ പൊട്ട, ആരെങ്കിലും അവിടെ വിവരമുള്ളവരുണ്ടോ? ഇവിടെ ഇല്ല. ആ, വിവരമുള്ളവരില്ല. അല്ല, അങ്ങനല്ല, ഇവിടെ ആരും ഇല്ല. ഞാൻ ഒറ്റക്കാ. നിങ്ങൾ ആപ്പിള് മുന്തിരയിലും വാങ്ങിയിട്ട് വാ. എടാ, ഇത് ശരിക്കും എന്താ പറ്റിയത് നിനക്ക്? വണ്ടിയിൽ നിന്ന് വീണാണോ? സത്യം പറഞ്ഞ വണ്ടിന്ന് ചെറുതായിട്ടൊന്നും വീണ. ആ, വണ്ടിന്ന് വീണ. വണ്ടി ഇടിച്ചില്ല, ഞാൻ വണ്ടി ഓടിച്ചില്ല. വണ്ടി ഓടിച്ചതല്ല, വണ്ടിന്ന് ഞാൻ വീണ്. ഒരു രോഗിനെ നോക്കി നിങ്ങൾ ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു നാണുമാനം ഉണ്ടോ? നിങ്ങൊരു മനുഷ്യനാ. 66,000 രൂപയ്ക്ക് ഞാൻ മുട്ടക്കാറ് ചക്കക്കുരു തന്നെ പറ്റിച്ചിട്ട്. സത്യമായിട്ട് 66,000 രൂപയ്ക്ക് ചക്കക്കുരു നീ മേടിച്ച് ഞൊട്ടിയോ ലൊട്ടെ നിന്റെ ഭാഷ പറഞ്ഞാല്. എന്നിട്ട് പിന്നെ എന്തിനാ നീ വർത്താനം പറയണേ? തലക്കെട്ട് കെട്ട്, കഴുത്തിന് കെട്ട്, കയ്യെ കെട്ട്, മനോഹരമായിട്ടുണ്ട്. ഇലുക്കത്തിലെ ജഗദീനെ പോലെ ഉണ്ട് ഇപ്പൊ. എന്തായാലും നിങ്ങളെന്തായാലും ഇങ്ങോട്ട് വാ. ഇന്ന് നാളെ ഇങ്ങ് വാ. ഞാൻ ഇപ്പം ബാങ്ക് കടന്ന് ഉറങ്ങിയെന്ന് മരുന്നും കുടിച്ച്. നാളെ ഇങ്ങ് വരുമോ? ഞാൻ ഓടി എത്തട്ടെ. എന്ത് നിങ്ങമാണ് ഈ ടീമിന്റെ മൊത്തം ചെലവ് നിങ്ങൾ എടുക്കണം. നിങ്ങളും കൂടി റെസ്പോൺസിബിലിറ്റി ആണത്. പിന്നെ നിങ്ങളെ വണ്ടി കാരണമായത്. എന്റെ വണ്ടി കാരണോ? ആ, തോന്നിയ വർത്താനം പറഞ്ഞു കേട്ടോ. നിങ്ങളും കൂടി അതിന് ഉത്തരവാദിയാണ്. നിങ്ങളും കൂടി ഉത്തരവാദിയാണ്. 100%. തേങ്ങാ കൊല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും നാളെ ഇങ്ങ് വാ. വന്നിട്ട് സംസാരിക്കാം. ഇതുവരെ എനിക്ക് വരാൻ സമയമൊന്നുമില്ല. വണ്ടി വിറ്റു അത്രേ ഉള്ളൂ. അല്ല, വണ്ടീന്റെ അല്ല, നിങ്ങളൊന്ന് വാ. എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ഇവിടെ ആരുമില്ല. നിങ്ങളൊരു 2 മുന്തിരി ആപ്പിളും വാങ്ങിയിട്ട് ഒന്ന് വാച്ചായ. ഓ, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റ്. ശരിക്കും പറഞ്ഞാൽ ഏത് നേരത്താണ് എനിക്ക് നിനക്ക് ആ സാധനം വിൽക്കാൻ തോന്നിയെന്ന് ആലോചിക്കണേ. അല്ല, ലൈവിലല്ല എല്ലാവർക്കും നിങ്ങളെ കാണാൻ ആഗ്രഹം. നിങ്ങൾ ഒരു ആപ്പിളും മുന്തിരിയിലും വാങ്ങിയിട്ട് ഇങ്ങ് വാ. നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. ശരിക്കും? ആ, നാളെ വരുമോ? ഞാൻ വരാൻ നോക്കാം. ഓക്കെ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. അപ്പൊ ഞാൻ ഒരു മാൻകിടാവാന്നാ നീ പറഞ്ഞു തരുന്നത്. അപ്പൊ ചീട്ടേ കറ. ആ, ഇന്നൊരു സർപ്രൈസ്. ഇന്നൊരാള് വരുന്നുണ്ട്. ഇന്നൊരാള് ചീട്ടയിൽ വരും. മട്ടാഞ്ചേരി സാമ്രാജ്യം. ഇതേത് ഗ്യാങ്? പുതിയ ആൾക്കാരാ? ഇതില് മട്ടാഞ്ചേരി മാർട്ടിൻ ഉണ്ടോ? മട്ടാഞ്ചേരി മാർട്ടിനെ കാണിക്കേ. ഇവിടെ ഇല്ല വേറെ അടുത്തല്ലേ. പേരെന്താ? പേര് നിന്നോട് തന്നെ പേര് പറയേണ്ട കാര്യം. അപ്പിക്കാരൻ പോയടാ. നീ ഇതൊക്കെ ഒന്നും വേണ്ടട്ടാ. നിന്നെ അമ്മ ടർഫ് ഞാൻ എടുക്കാം. എന്ത് ടർഫാ? എന്ത് ടർഫടാ? നീല ടർഫ് കണ്ടാ? എടാ പോടാ, അങ്ങോട്ട് മാറി പോടാലോട്ടെ. നീയെല്ലാം എന്തുണ്ടാക്കുന്ന പറയുന്നത്? എടാ ഇവിടുന്ന് ചാടി ചാവോ? എടാ ഞാൻ വീടാ ഇതിന്റെ മുകളില്. എടാ താഴെ ഇറക്കണാ. രാമൻ കുർത്ത. ഹലോ ബേബി, ഇതെന്റെ ബേബി. ഹലോ ഇതെന്റെ ബേബി. ആരെ ബേബി? നിന്റെ ബേബിയാ? എന്താ ഹലോ, പേരെന്താ മോളു? ആമിയോ? ആണോ, ഒരു മിനിറ്റ്. ഇതാരാ? പിങ്ക് തലന്റെ പേരെന്താ? അതെന്റെ ബേബി. ഞങ്ങൾ കപ്പിളാ. എന്താ പേരെന്താ? പിങ്ക് തലന്റെ പേരെന്താ? ഹലോ. ആ, ഹലോ ഹായ്. എന്താ പിങ്കി മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്ന? 20 വയസ്സിൽ ഈ സൗണ്ടാ? എന്താ തൊണ്ടയില് PP വെച്ചിട്ടാ നടക്കുന്നത് നീ? ഇതാരാ ചിരിക്കുന്നത്? മോളെ പേരെന്താ? മോളു പേരെന്താ? ആമിയാ? ആമി ഒറ്റക്കാ? അല്ല, ആമി സിറ്റിയിൽ ഒറ്റക്കാന്ന് വെച്ചത്. നിന്നോട് ചോദിച്ചിട്ടാ മാരക്കാ? അല്ല, സിറ്റിയിൽ ഒറ്റക്കാന്ന് ഞാൻ ചോദിച്ചേ. എന്റെ കൂടെ നിക്കുന്നതിനെ കണ്ടു. ഒറ്റക്കാണെങ്കിൽ ഞാൻ കൂട്ടുകാരാ.
ഇത് ഞങ്ങള് ആരെയും ഞങ്ങൾ ഇത് ആരല്ല സംസാരിക്കുന്നത്? കൊറേ ഇങ്ങനെ കൊതുകും കൂട്ടം വെച്ച് മൂളുന്ന പോലെ ഉണ്ട്. ഏതാ ഇതാരാ നീ സംസാരിക്കുന്ന ആളാരാ? ഏത് ഡെഞ്ചി? ഡെഞ്ചി ഏതാ? LGBT പേര് ഡെഞ്ചി. ഓക്കെ, പിന്നെ നിന്റെ നോക്ക്, നിന്റെ ഔട്ട്ഫിറ്റ് നോക്ക്. നീ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ല ഇങ്ങനെ നടക്കുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നിന്റെ മോന്ത കണ്ടറിയാം. നിന്നെ കണ്ടറിയാം നീ LGBT അച്ചീവ് ചെയ്യാന്ന്. പറയട്ടെ, ഈ LGBT ഒന്നിച്ചെല്ലാം നടക്കാണ്ട് നീ ആൽഫ മെയിൽസിന്റെ ഒന്നിച്ചു വാ. മൊഹല്ല മൊഹം പോലും മൊഹം വിക്കി ആടല്ല മെയിൻകാരേജിലോ? എടാ മെയിൻകാരേജ് നീ എവിടാ? പച്ചവണ്ടീനെ എടുത്തോ, പച്ചവണ്ടി. ആ കണ്ട് വിക്കി എന്ത് ആര് എന്ത് അടിച്ചെന്താക്കുന്ന പറഞ്ഞത്? എന്താക്കുന്ന ഇങ്ങോടാ കൊച്ചേർക്ക ഇങ്ങോടാ. എന്താണ് ഇതിന്റെ പേര്? അടിച്ചു മോന്തായിരിക്കൂല. ആരോടാ നീ സംസാരിക്കുന്നൂടാ? എന്താണ് ഇതിന്റെ പേര്? എന്റെ പേര് മടിയനാ. സ്വന്തമായിട്ട് പേര് വല്ലാണ്ട് നിൽക്കും. മടിയെന്ന് പേരിട്ട് ഫേക്ക് പേര് പറയുന്നത് മര്യാദക്ക് പേര് പറയടാ. ഏത് ഗ്യാങ് നീ? നീ ഏത് ഗ്യാങ്ങടാ? പറയടാ, ധൈര്യം ഉണ്ടെങ്കിൽ പറയടാ. സിറ്റിസൺ അണ്ടി സിറ്റിസന്റെ ഞാൻ പറയുന്നില്ല. ഇവ എന്നോട് പറഞ്ഞ അടിച്ചു പോകാതിരിക്കുന്നവരാ. ഇവൻ കൈ വെക്കുന്ന മൊണ്ണ ഡ്രസ് വഹിച്ചിട്ട് നടക്കുന്നു. തലയിൽ മുഖം പൊടി ഇട്ടിട്ട് എടാ ഞാൻ ആൽഫാടാ, ഞാൻ ആൽഫ മെയിലടാ. നീ കഴിവിട്ടോ പോടാടി. കഴിവിട്ടാനാ? ഹലോ ഹലോ, ഇതാരാ? ചേട്ടാ ഒന്ന് പുറത്തോട്ട് വന്നേ. ചേട്ടൻ പോലെ കൊണ്ടുപോകല്ലേ? ഹലോ ഹലോ ചേട്ടാ ഒന്ന് പുറത്തോട്ട് വരുമോ? ചേട്ടനാ? ഏത് ചേട്ടൻ? ഇങ്ങാടി ഈ തലയിൽ ഇതിട്ട ചേട്ടൻ ഒന്ന് വരുമോ? ഏത് തലയില് മുണ്ടിട്ട തന്നെ വിളിച്ചത്. ആ തലയില് മുണ്ടിട്ട ചേട്ടാ ഒന്ന് ഒറ്റയ്ക്ക് വരുമോ? ഞാൻ ഒറ്റക്കാ. ഇവരെല്ലാം എന്റെ ബാക്കിൽ പറ്റി വരുന്നതാ. തീട്ടത്തിന് ഈച്ചകൾ പറ്റുന്നതാ. മതി നീ അവരെ മുന്നിൽ തന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി. എന്നെ അറിയാത്ത പോലെ എന്നാ മതി ചേട്ടാ. നിനക്ക് ആമയുടെ ഒപ്പം പോണല്ലേ? അത് വെറുതെ തമാശാക്കിയാ മതി. എന്ത് തമാശ? എന്ത് മാറാൻ? എടാ ഞാൻ തമാശാക്കിയാ. ഇങ്ങോ എന്നെ ചേട്ടാന്ന് വിളിച്ചാ മതി. വാ വരൂ കുട്ടി വരൂ. എടാ മാറിക്കടാ. നിനക്ക് അതിനെന്താ? സമയമാകുമ്പോ വിളിക്കും. തൊപ്പിച്ചേട്ടാ ഒന്ന് വരാമോ? എനിക്കൊരു കാര്യം അതെ എനിക്ക് തൊപ്പീനോടാ എന്നോടല്ല. ഒറ്റ മിനിറ്റ് ബസി, എന്താന്ന് ചോദിക്കട്ടെ? ഒരു മിനിറ്റ് ബസി, എന്താന്ന് ചോദിക്കട്ടെ? വാ ഹലോ. ആ ഒരു മിനിറ്റ് തൊപ്പി ഒന്ന് നിന്നേ ഒരു മിനിറ്റ്. വയ്യടി എപ്പ കിട്ടുമായിരിക്കും. വയ്യടിച്ചാ കിട്ടും. കിട്ടി ചെറുക്കനെ കിട്ടി. എന്ത് നാറികളാണ് ഇത്? ഹലോ വിക്കി, രക്ഷിക്കടാ വിക്കി. തൊപ്പി എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. പറ എന്താ കാര്യം? എന്താ? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ തൊപ്പിയെ. എന്നാ? എടാ ഞാൻ എന്റെ മംഗലം കഴിച്ചതാ. നക്ക് 2 പിള്ളേരുണ്ട്. വെടി അതല്ല നീ വെടി. അല്ല അയ്യാ ഒന്നുമില്ല. എങ്ങോട്ടാ? ഇതെന്താ? പോലീസ് അന്വേഷിക്കേ. പോലീസ് ഹെൽപ്പ്. ഒരാളടുത്ത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്.
ആരോ നീയല്ലേ ഏതായി നീയല്ലോ എൻകറേജില് അവിടുന്ന് ബ്രോ ഇവരെന്തേലും മോശമായിട്ട് ബ്രോയോട് സംസാരിച്ചായിരുന്നു. ആര് ഇനി ഇവരെല്ലാം ആരാന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ ആകെ ആമീനോട് സംസാരിച്ചേ. അത് കേട്ടിട്ട് സൈക്കേറ്റ ഈ പൊട്ടം വന്ന് എന്നോട് സംസാരിക്കാന്ന്. ഇവരാളെ കാണുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കും ബ്രോ ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു ബ്രോ. ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു. ഇത് ആമിനോട് ചോദിക്ക്. ഞാൻ ആമിനോട് മാത്രം ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. ഇവനെന്ന് ഏതാന്ന് പോലും എനിക്ക് അറിയില്ല. ബ്രോ ഈ ആമിയുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഇവരെടുത്ത് ബ്രോ എന്ത് LGDB LGW എന്തൊക്കെയാ പറഞ്ഞാൽ ആര് ഇവനോടൊന്നല്ല. ഞാൻ ഒരു പേർപ്പിൾ ഹെയർ ഉള്ളവനോട് അങ്ങനെ പറഞ്ഞേ. ബ്രോ അത് ഇവനൊന്നും ഞാൻ കണ്ടിട്ട് പോലും അനിയനാണത്. ഇവന്റെ അനിയനാണ് ബ്രോ. അന്ന് അനിയനെ വിളിച്ചോണ്ടോ അനിയനെ. എന്തിനാണ് അതിന്റെ ആവശ്യം? പോലീസ് ഹെൽപ്പ്, പോലീസ് പോലീസ് ഹെൽപ്പ്. സാറേ സാറേ എന്നെ പിടിച്ചോണ്ടെന്നാ. ഹെൽപ്പ് ഹെൽപ്പ് സാറേ ഹെൽപ്പ് 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 സാറേ ഹെൽപ്പ് 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 സാറേ ഒന്ന് ഹെൽപ്പ്. സാറേ 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 എന്നെ ഇവിടുന്ന് കൊണ്ടോ. സാർ നമുക്ക് ആക്ഷൻ എടുക്കാം സാറേ. സിറ്റുവേഷൻ ഒന്നുമില്ല സാറേ, നമ്മൾ ചുമ്മാ സിറ്റുവേഷൻ എന്തില്ല, നമ്മള് സിറ്റുവേഷൻ സാറേ എന്നെ പിടിച്ച എന്നെ ഇവിടുന്ന് പോവാൻ സമ്മതിക്കുന്നില്ല. കൂട്ടുകാരെ കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു സാറേ. ആര് കംപ്ലൈന്റ് ആണ്? എവിടെ കംപ്ലൈന്റ്? ആരെ കംപ്ലൈന്റ് ചെയ്തു? സാറോട് താരെ കംപ്ലൈന്റ് ചെയ്തു? വർമ്മൻ എന്നൊരാള്. അതാ എന്റെ ഫ്രണ്ടാ വർമ്മൻ. വർമ്മൻ വർമ്മൻ എന്ന് പറയുന്ന ആള് ഷോർട്ടഡ് ആണ്. പേരെന്താ? രസിക് സാറേ നമുക്ക് നിങ്ങളെ GSR ടെസ്റ്റ് ഒന്ന് എടുക്കണം. എന്തിന് നമ്മളെ അവന്റെ പേര് മോനെ പോലീസ് വന്നു. അത്ര മോനെ എടാ പോളാങ്ങോട്ട് തീർക്കും കേട്ടോ. നീയൊക്കെ വെയിറ്റ് ചെയ്ത് ചെറുകനെ എടുത്തോണ്ട് നമ്മള് വെറുതെ ഇടത്തില്ലേ. അല്ല പിന്നെ ഞാൻ ബോംബെന്ന് കൂട്ടുകാരൻ. സാറേ ഈ പെണ്ണെന്നെ പിടിച്ചോണ്ടെന്നാ. ഇവളെ ഭർത്താവ് ഇവളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചോണ്ടെന്നതാ. ഞാൻ എന്ത് ചെയ്യണം? ഇവളെ ഭർത്താവിന് കഴിവില്ല എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? എന്നെ പിടിച്ചോണ്ടെന്നതാ. സാറേ 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 എന്നെ പിടിച്ചോണ്ടെന്നാ. അങ്ങനെ പറഞ്ഞ എന്നെ പിടിച്ചോണ്ടെന്ന്. ഓടി ഓടി ഇറങ്ങി ഓടി അങ്ങോട്ട്. അവരെ വണ്ടിയും കൊണ്ടുവന്നു. പേരെന്താ? ഹലോ പേരെന്ത്? ഇതാരാ? നിന്റെ പേരെന്താ? എന്റെ പേര് ടിന്റുമോൻ. ടിന്റുമോനാ? നീ MG3-ലല്ലേ? നീ MG3-ലല്ലേ? അവിടെ ഇവിടെ ഒരു കണക്ക് ബാക്കിയുണ്ട് നിന്റെ. അയ്യോ വിക്കി. അവിടെ MG3-ന്റെ ഒരു കണക്ക് ബാക്കിയുണ്ടാ. നാറികള്. അവിടെ ഫസീനെ കാണുന്നില്ലടാ. ഇല്ല ആമീനെ കൊല്ലാനാ. അവിടെ ആമീനായിരുന്നല്ലേ കൊല്ലേണ്ടത്. ഞാൻ മറ്റേ MG3-ന്റെ ഇന്നലത്തെ പഴയ റിവെഞ്ച് എടുക്കാൻ പോയിട്ടാ പണി കിട്ടിയ. ആമീനെ കൊന്നാ മതിയല്ലോ. നിക്ക് ജനിക്കുന്നവരെ ഡാൻസ് കളിക്കുന്ന പിന്നെ. ഡേയ് തമ്പി പാട്ടം പോടാ ഡേയ്. ഇവിടെ ആരോ ചത്തായിരുന്നല്ലോ. എവിടെയാണ് ഫസി കേക്കുന്നുണ്ടാ? ഹലോ ഫസി കേക്കുന്നുണ്ടാ? ഇവനെ ആരടിച്ചിട്ട്? ലീവ് ചെയ്യില്ല മാഡം. 144 സോണാണ്. 144 പറി. ആ പോലീസ് നിൽക്കുന്നു. ഏതാ പോലീസുകാരൻ പറയ? എന്തൊരു ഊമ്പിയ സിറ്റിയാണടാ അമ്മായി. നിർത്തിടാ. ഞാൻ ഈ സിറ്റി നിർത്തി. പിന്നെ ഞാൻ സിയോണിൽ കയറൂടാ. 100%. ഞാൻ സിയോണിൽ വൈറ്റ് ലിസ്റ്റ് എടുത്ത് എല്ലാവരും ഞാൻ സിയോണിൽ കയറ്റാൻ പോയത്. ഇക്കീനും ഫസീനും എല്ലാവരും ഞാൻ സിയോണിൽ കയറ്റി സിയോണിലേന് ഞാൻ കളിക്കൂടാ. ഈ സിറ്റി ഞാൻ ഇറങ്ങിയത് തീട്ട സിറ്റി, തീട്ടം പറ്റിയ സിറ്റികളാ ഇറങ്ങിയത്.